നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരളം കാത്തിരുന്ന ആ വിധി വന്നിരിക്കുകയാണ്. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന്, അതായത് കൂട്ടബലാത്സംഗം, അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോക്ക് തുടങ്ങിയവയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക, ഇവയെല്ലാം തന്നെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചു. അങ്ങനെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഇപ്പോൾ കുറ്റക്കാരാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദിലീപ് 8ാം പ്രതിയായിരുന്ന ദിലീപിനെ വെറുതെ വിടുകയായിരുന്നു. ദിലീപ് ഒപ്പം അതുപോലെ തന്നെ 7ാം പ്രതിയായിട്ടുള്ള 7ാം പ്രതിയും 10ാം പ്രതിയും ഇവരെ 3 പേരെയും വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി. ഈ ഘട്ടത്തിൽ കോടതിക്ക് മുന്നിൽ വിധി കേൾക്കാനായി നിരവധി അനവധി ഫാൻസ് ഉള്ള ദിലീപിന്റെ ഫാൻസ് ഗ്രൂപ്പാണ് എത്തിയിരുന്നത്. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനൽ തുടങ്ങി എല്ലാ ചാനലുകളുടെയും റിപ്പോർട്ടർമാർ 4ഉം 5ഉം റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ നേരം പുലർന്നപ്പോൾ മുതൽ തന്നെ കോടതിക്ക് മുന്നിൽ ഇവരെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ റിപ്പോർട്ടർ ടിവിയിലെ റോഷി പാൽ എന്ന വ്യക്തി, റോഷി പാൽ എന്ന റിപ്പോർട്ടർ കഴിഞ്ഞ 8 വർഷമായിട്ട് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക അപ്ഡേഷനുകൾ, നിർണായക വിവരങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ബാലചന്ദ്രകുമാറിന്റെയും ഒപ്പം അതുപോലെ തന്നെ പൾസർ സുനിയുടെ അടക്കം നിർണായക വിവരങ്ങൾ, ഒപ്പം അവരുടെയൊക്കെ തന്നെ അഭിമുഖങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ദിലീപിനെ കുറ്റക്കാരനല്ല, കുറ്റവിമുക്തനാക്കിയ ഈ ഒരു സാഹചര്യത്തിൽ റോഷി പാലിനെ അക്ഷരാർത്ഥത്തിൽ വളഞ്ഞിരിക്കുകയാണ് ഫാൻസുകൾ. അതായത് ഒരു വ്യക്തിയെ, ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്, ഒരു വ്യക്തിയെ കോടതി വിധിക്കാതെ, ഒരു കോടതി വിധിയിൽ നിന്നും ഒരു വ്യക്തിയെ കുറ്റക്കാരനാണ് എന്ന് കോടതി പറയാതെ അവരെ ചാനലിൽ കയറി ഇരുന്നുകൊണ്ട് കറുത്ത കോട്ടിട്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന, ഇപ്പോഴത്തെ മാധ്യമ റേറ്റിംഗിന് വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന എല്ലാ റിപ്പോർട്ടർമാർക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഈ പറയുന്ന ഭീഷണി എന്നാണ് അവർ പറഞ്ഞത്. കാരണം കുറെ വർഷങ്ങളായി ദിലീപ് എന്ന വ്യക്തിയെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് തേജോവധം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പിന്നെ എവിടെ നിന്നാണ് ഈ തെളിവുകൾ ലഭിച്ചത്? നിങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ എന്തുകൊണ്ട് കോടതിയിൽ ഹാജരാക്കിയില്ല? കോടതിക്ക് എന്താ അതൊന്നും ബോധ്യമാകാത്തത്? പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റോഷി പാലിന് മുന്നിൽ ലഡു വിതരണം നടത്തിയും റോഷി പാലിനെ ഭീഷണിപ്പെടുത്തിയും റോഷി പാലിന് മുന്നിൽ കൈയടിച്ചുമൊക്കെയാണ് ഈ ഫാൻസുകാർ ആഘോഷ പരിപാടികൾ തുടങ്ങിയത്. ഇത് നമ്മുടെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് ഏതൊരു വ്യക്തിയെയും കോടതി വിധിക്കാതെ, കോടതി വിധി പറയാതെ ഏതൊരു വ്യക്തിയെയും നമ്മൾ എല്ലാവരും തേജോവധം ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാധ്യമ പ്രവർത്തകർ തേജോവധം ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ, ദിലീപ് അടക്കമുള്ളവരെ തേജോവധം ചെയ്യുന്നു. നോക്കുക, ഇവിടെ ദിലീപ് 8ാമത്തെ പ്രതിയാണ്. എന്നിട്ട് പോലും ദിലീപാണ് ഇതൊരു ഗൂഢാലോചന നടത്തിക്കൊണ്ട്, ദിലീപാണ് ഈ ഒരു കേസ് ഗൂഢാലോചന നടത്തി ഈ ഒരു കൊട്ടേഷൻ പീഡനം കൊടുത്തത് എന്ന് പറയുകയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തെളിയുന്നത്, ഈ ദിലീപിനെ വെറുതെ വിടുമ്പോൾ ഇവിടെ നിന്ന് തെളിയുന്നത് ഇങ്ങനെ ഒരു കേസേ ഇല്ല എന്നാണ്. അതായത് ദിലീപ് ഗൂഢാലോചന നടത്തിയത് തെളിയിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റേ ഇല്ല എന്നല്ലേ വ്യക്തമാകുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പോലും ഇവർ അതിന് തൊട്ട് മുൻപ് പോലും ദിലീപിനെ തേജോവധം ചെയ്യാനായി എല്ലാവരും സജ്ജീകരിച്ചിരുന്നു, തയ്യാറായിരിക്കുന്നു. അത് മാത്രമല്ല, ഈ വിധി വരുന്നതിന് അല്പസമയം മുൻപ് തന്നെ ദിലീപിന്റെ അഭിഭാഷകൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലും അതിനെ പോലും ആക്ഷേപിച്ചുകൊണ്ടാണ് പല റിപ്പോർട്ടർമാരും അതിനെ റിപ്പോർട്ട് ചെയ്തത്. ഒരു പക്ഷേ ഇതിന് മുൻപുള്ള വിധിന്യായമോ കണ്ടിട്ടായിരിക്കണം ഏതൊരു പ്രതിയുടെയും അഭിഭാഷകൻ ഇങ്ങനെ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ, വലിയ കോൺഫിഡൻസ് ആയിട്ട് ഇത് പ്രതികരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിനെയും കളിയാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ റോഷി പാലിനെ ഈ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങൾ ലൈവായി തന്നെ റിപ്പോർട്ടർ ചാനൽ കാണിച്ചു. റിപ്പോർട്ടർ ടിവി ഇപ്പോൾ നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാകും, പിന്നിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ തന്നെ ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിമാരുടെ ഒരു ചേംബർ പോലെ ഇരിക്കുന്നു. അതിന് മുന്നിൽ കറുത്ത കോട്ടും കറുത്ത പാൻസും ധരിച്ച് സുജയ പാർവതി ഇരിക്കുന്നു. അപ്പുറത്ത് ഈ പറയുന്ന സ്മൃതി പത്തുക്കടക്ക് ഇരിക്കുന്നു. അങ്ങനെ മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ പറയുന്ന ഫാൻസും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളും കുറ്റപ്പെടുത്തുന്നത്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? കോടതിയിൽ നിന്ന് വിധി വരുന്നു, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും മാധ്യമധർമ്മത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല. കാരണം തെറ്റുകൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്, ഒളിഞ്ഞിരിക്കുന്ന പല തെറ്റുകളും പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ഒപ്പം കൃത്യമായി തന്നെ ഒളിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്, ചോദ്യമുനകൾ അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ അല്പസമയം മുൻപ് കോടതിയിലേക്ക് എത്തുമ്പോൾ മാധ്യമങ്ങൾ ദിലീപിനോട് ചോദ്യം ചോദിച്ചിരുന്നു. മാധ്യമങ്ങൾ അവിടെ ഉണ്ട് എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ കണ്ടില്ല എന്ന മട്ടിലാണ് ദിലീപ് മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ വിധി വന്നതിന് ശേഷം ദിലീപ് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്,
വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ. വിധി വന്നതിന് ശേഷം തന്നെ വളരെ കൃത്യമായി തന്നെ ദിലീപ് പറയുന്നു ദൈവത്തിന് നന്ദി എന്ന് പറയുന്നു. ഒപ്പം മഞ്ജു വാര്യറിനെ പച്ചയ്ക്ക് പറയുന്ന പോലെ മഞ്ജു വാര്യർ മുമ്പ് പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചന ഇവരുടെ എല്ലാം കള്ളക്കഥയാണ് എന്ന് മഞ്ജു വാര്യറിനെ പൊളിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ദിലീപ് ഇപ്പോൾ കുറ്റമുക്തനായിരിക്കുന്നു. ഉടനെ തന്നെ ദിലീപിന്റെ പുതിയ സിനിമ ബബ്ബബ്ബ ഇറങ്ങുകയാണ്. ദിലീപ് ഫാൻസിന് ആഘോഷമാണ്. കാരണം ദിലീപ് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ദിലീപിന് തന്നെ നേരത്തെ അറിയാമായിരുന്നു, അതിന്റെയൊക്കെ തന്നെ തെളിവായിരുന്നു ദിലീപിന് വീടിന് മുന്നിലെ കേക്ക്, ദിലീപോ കാവ്യമാധവൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രം പതിച്ചുകൊണ്ടുള്ള കേക്ക്, പൂമാല, വെടിക്കെട്ട്, ആഘോഷം ഇവയെല്ലാം തന്നെ ഫാൻസുകാർ ഒരുക്കി കഴിഞ്ഞു. ലഡു അടക്കമുള്ളവ വിതരണം ചെയ്തു കഴിഞ്ഞു. മാധ്യമ പ്രവർത്തകരുടെ മൈക്കിന് മുന്നിൽ അവർ ചെവി ചേർത്തുകൊണ്ട് തന്നെയിരുന്നു എന്താണ് ഈ പറയാൻ പോകുന്ന വിധി എന്ന് ചെവി ഓർത്തുകൊണ്ട് തന്നെയിരുന്നു. അങ്ങനെയാണ് അവർ ഇപ്പോൾ ഓരോ മാധ്യമ പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.